അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 രണ്ടാമത്തെ ദിവസം വന്നിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നു. അതിൽ പ്രധാനമായിട്ടും നമ്മളൊക്കെ പറഞ്ഞിരുന്ന കുറേ പേരുകളൊക്കെ ഇന്നത്തെ സംഭവങ്ങളിലുണ്ടായി. സംഭവ ബഹുലമായിരുന്നു. അതിൽ ജിസേലാണ് ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായത്. പിന്നെ ബാക്കി കുറച്ച് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് രേണുസുതി വരുന്നുണ്ട്. പക്ഷേ രേണുസുതിയൊക്കെ ഒരു ക്വാളിറ്റി കോണ്ടന്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. വെറുതെ നെവിൻ അങ്ങോട്ട് പോയത് കൊണ്ട് ഒരു കോണ്ടന്റ് ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്ത് കാണിക്കുന്ന അതേ ബഹളവും എല്ലാമാണ് രേണുസുതിയുടെ ഭാഗത്ത്. സോ രേണുസുതി അത്ര സ്ട്രോങ് ആണെന്നൊന്നും പറയാൻ കഴിയത്തില്ല. പിന്നെ ശാരിക നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ശാരികയും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തൊന്നും വരുന്നില്ല. പിന്നെ അപ്പാനി ശരത്ത്, അക്ബർ, അതുപോലെ നമ്മുടെ അനീഷ്, ഇവരെല്ലാവരും ഒരു ഒറ്റ സെറ്റായിട്ടൊരു ഗുണ്ടകളൊക്കെ ആവുന്നുണ്ട്. ആര്യനൊക്കെ ആദ്യം വന്ന ആ ഒരു ഫസ്റ്റ് ഡേയിലെ ഹൈപ്പൊന്നും ഒട്ടും തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. പിന്നെ നെവിൻ, ഇന്നെനിക്ക് രണ്ടാമതായിട്ട് ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ്. നെവിൻ കളിച്ച് തുടങ്ങുന്നതൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ അക്ബർ ഓൾവേസ് ഒരു എൻ്റർടൈനർ ആണ്. പക്ഷെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് അക്ബർ ഒരിക്കലും സെൽഫ് കോൺഷ്യസ് അല്ലാതെ കളിക്കുന്നത് കൊണ്ടായിരിക്കാം. ഏതായാലും ഇന്ന് ബിഗ് ബോസിൻ്റെ 7ൻ്റെ പണി അത് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ തുടങ്ങി. രണ്ടാമത്തെ ദിവസം അതൊരു വൻ പണിയായിരുന്നു. പണിപ്പുരയിൽ നിന്നൊട്ട് കിട്ടിയതുമില്ല. 4 പേര് ഇതേ പുറത്ത് കിടക്കുക രാത്രി പോലും. അപ്പോൾ എന്താണ് ഫുൾ എപ്പിസോഡ് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മേ കാണുന്നതെങ്കിൽ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എല്ലാ ദിവസവും എപ്പിസോഡ് ഫുൾ റിവ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ലൈവ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബിഗ് ബോസിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ ഒരു ഗുഡ് മോർണിംഗ് ഇഷ്യൂ ആണ്. ഗുഡ് മോർണിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ നോർമലായി കാഷ്വലായി മലയാളം എന്നൊന്നും ചിന്തിക്കാതെ തന്നെ ഗുഡ് മോർണിംഗ് എന്നൊരു പ്രസൻ്റായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് അനീഷിന് അത്ര പിടിച്ചില്ല. അനീഷ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒരു പുച്ഛഭാവത്തിൽ ആരെയും മൈൻഡ് ചെയ്യാതെ. അപ്പോൾ അനീഷിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അനീഷ് ഡിമാൻഡ് ചെയ്യുന്നത് ഇത് മലയാളം ബിഗ് ബോസ് ആണ്, ഇവിടെ സുപ്രഭാതം എന്ന് തന്നെ പറയണം. അതിപ്പോൾ സൗകര്യമില്ല. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത് ബഹളം വെച്ച് നിൽക്കുന്നത് നമ്മുടെ അപ്പാനി ശരത്താണ്. അപ്പോൾ അനീഷിനോട് ഈ ഒരു വിഷയം സംസാരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ചെല്ലുമ്പോൾ ബിന്നിയും അനുമോളും നന്നായിട്ട് പിന്നാലെ പോയി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് അവിടെ മാവിളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടൻ എന്താ ചേട്ടൻ എപ്പോഴും നമ്മൾ അങ്ങോട്ടൊരു കാര്യം സംസാരിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഓടി ഓടി മാറിപ്പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടന്നു പോയാൽ മതി, ഒന്നും മിണ്ടാത്ത എന്തു എന്ന്. അനീഷിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇനി ഞാൻ പറഞ്ഞു തരാം. അനീഷ് ശരിക്കും പറഞ്ഞാൽ നല്ല പ്ലാൻ ചെയ്തു കളി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. 7ൻ്റെ പണിയായതുകൊണ്ട് തന്നെ കുറേ അധികം ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ അനാവശ്യമായി വായിൽ നിന്നും വീഴാതിരിക്കാനാണ് കൂടെ ഈ വായിക്ക് സിബിടുന്നത്. പിന്നെ ആരുമായിട്ട് അധികം ഇൻവോൾവ് ചെയ്യാതിരിക്കാനായിട്ട് മാറി പോകുന്നുമുണ്ട്. അതായത് അനീഷ് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ അനീഷ് കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. ഇതാണ് അനീഷ്. അനീഷിന് ഒരു എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ കാൽക്കുലേഷൻ എത്ര നാൾ പോകും എന്നറിയത്തില്ല. സോ അതുകൊണ്ട് അനീഷ് ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരുപാടും ഫേക്കാണ് എന്ന് തോന്നുന്നുണ്ട്. അതായത് ഇന്ന് അനീഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഗുഡ് മോർണിംഗ് ടാസ്ക് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദില ആൻഡ് നൂറ ഇവരുടെ അടുത്ത് പോയി ഒരു ക്ലാഷ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ലൈവിലെ അപ്ഡേറ്റ് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, സീരിയൽ ഗ്രാൻഡ്മേലുണ്ട്, കാണാം. അപ്പോൾ ഇവരുടെ അടുത്ത് പോയിട്ട് ഇവരെ തമ്മിൽ തെറ്റിക്കുന്ന തരത്തിലൊരു സംസാരം അനീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മുടെ ഏഷ്യാനെറ്റിൽ എപ്പിസോഡ് വന്നപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ അനീഷ് മറ്റൊരു പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് രേണുസുതിയും നിവിനും തമ്മിൽ ഒരു ഫൈറ്റിന് ശേഷം, അതൊരു ഫൺ ഫൈറ്റ് ആയിരുന്നു, വലിയ ക്വാളിറ്റി ഉള്ള ഒരു ഫൈറ്റ് ആയിരുന്നില്ല. ആ ഫൈറ്റിന് ശേഷം അവർ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുമ്പോൾ അനീഷ് രേണുവിനെ ഡാഗിനി എന്ന് വിളിച്ചത് അത് എന്നോടൊരു ക്യാപ്റ്റനോട് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും അനീഷ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. കാരണം എന്താ, ഈ പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല. രേണുസുതിയും നിവിനും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ നോമിനേഷൻ നടത്തിയ സമയത്ത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞത്, ജിസിലിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് പൊക്കിക്കാണിച്ച ആ വിഷയത്തിൽ ജിസിലിന് പ്രശ്നമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. പക്ഷെ ആ വിഷമം നമ്മുടെ അനീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനീഷ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനീഷ് വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അനീഷ് യാതൊരു കാര്യവും പറയത്തില്ല.
വളരെ തന്ത്രപൂർവ്വമായിട്ടാണ് അനീഷ് മുന്നോട്ട് പോകുന്നത്. ഇനി മോർണിംഗ് ടാസ്കിന്റെ ആ ഒരു, അതായത് മോർണിംഗ് ടാസ്ക് അല്ല, ഗുഡ് മോർണിംഗ് പറഞ്ഞതിന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അലറി വിളിച്ച് അപ്പാനി ശരത്ത് അനീഷിനിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പറയുന്ന ഡയലോഗ് ഇതാണ്: നമ്മൾ നിനക്കൊപ്പം അല്ലടാ വന്നത്, നീ ഞങ്ങൾക്കൊപ്പമാടാ വന്നത് എന്ന്. അപ്പോൾ ശാരിക കൈയടിച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട് ഇതാണ്, അപ്പാനി ശരത്ത് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പാനി ശരത്തിന്റെ ഈ ഒരു ബിഹേവിയർ ശരിക്കും പറഞ്ഞാൽ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണ്. കാരണം അനീഷ് അവിടെ എന്തൊക്കെയോ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും, ബിഗ് ബോസ് വീട്ടിനകത്തുള്ള എല്ലാവരുടെയും ശത്രു അനീഷാണെന്ന് മനസ്സിലാക്കി അപ്പാനി ശരത്ത് കളിക്കുന്നുണ്ട്. ഇന്ന് അപ്പാനി ശരത്ത് അത്രയും നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഇടപെടുന്നുണ്ട് കേട്ടോ. അടുത്ത ബിഗ് ബോസ് വീട്ടിൽ 2ാം ദിവസം നടന്ന വലിയ ഒരു പ്രശ്നം അനുമോള് കരഞ്ഞതാണ്. ഷാനവാസാണ് കരയിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നിസ്സാര ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ അനുമോള് കരഞ്ഞത് ഒരു കരച്ചിൽ സ്ട്രാറ്റജി ആയിട്ട് ബിഗ് ബോസ് വീട്ടിലെ ശാരിക സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ശാരിക ആ സംസാരിച്ചത് ബിഗ് ബോസിൻ്റെ ആ എപ്പിസോഡിൽ, അതായത് ഏഷ്യാനെറ്റിൽ വന്ന എപ്പിസോഡിൽ വലുതായിട്ട് കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. ഇനി അനുമോള് കരഞ്ഞത് അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളിൻ്റെ കരച്ചിലിന് ഞാൻ സപ്പോർട്ടാണ്, അനുമോളിന് ഞാൻ സപ്പോർട്ടാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളും ജിസേലുമായിട്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അവിടെ അനുമോളും മിടുക്കിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്, ജിസേലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ കരച്ചിലിൻ്റെ കാര്യം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേക്കാം. അതായത് ഷാനവാസ് അനുമോളിനെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് കരയിപ്പിക്കാനായിട്ട് തന്നെയാണ് ചെന്നിട്ട് അപ്പാനി ശരത്തിനെ കഴുത്തുവേദനയെന്ന് പറഞ്ഞ സമയത്ത് അതൊരു ഫേക്കാണെന്ന് അനുമോള് പറഞ്ഞതായിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം അപ്പാനി ശരത്തിൻ്റെ ഈ കഴുത്തുവേദനയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേര് അനുമോൾ അതൊരു തമാശ പറഞ്ഞതാണ്. പക്ഷേ ശരത്തും അതുപോലെ ഷാനവാസും കൂടി അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കഴുത്ത് വാക്കല്ലാതെ കിടന്നുറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഈ കഴുത്ത് ഉളുക്കിയ വേദനയൊക്കെ വരും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം കൊണ്ടാൽ മതി, അതിന് ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല, ഡോക്ടറിനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണേണ്ട കാര്യമില്ലേ എന്ന്. അപ്പോൾ ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ എഴുതി തരണ്ടേ എന്ന് കരുതി എഴുതി തരുന്നതാണ് എന്നൊരു വാക്കാണ് അനുമോള് പറഞ്ഞത്. അല്ലാതെ ഡോക്ടർമാർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് അനുമോള് പറഞ്ഞിട്ടില്ല. പക്ഷേ അനുമോൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഷാനവാസ് അവിടെ എല്ലാവരോടും പറഞ്ഞു. ഇത് എത്ര കണ്ട അനുമോള് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ബിന്നി ഒരു ഡോക്ടറാണ്, സോ ബിന്നിക്ക് അതൊരു ഇൻസൾട്ട് പോലെയായി. അതേ കണക്ക് ഷാനവാസ് ബിന്നിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ബിന്നി ചോദിച്ചൊരു കാര്യം, അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ പറഞ്ഞത് തെറ്റാണ് എന്നാണ് ബിന്നി പറഞ്ഞത്. പക്ഷെ ബിന്നി അത് പറഞ്ഞപ്പോഴത്തേക്കും അനുമോൾക്ക് അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം, കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ അനുമോളിന് അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് അനുമോൾ നന്നായിട്ട് പൊട്ടിക്കരിഞ്ഞത്. ആ അനുമോളുടെ കരച്ചിൽ ഒരു ആക്ടിങ് അല്ല. ഒരു മനുഷ്യന് കരയാനുള്ള അവകാശമുണ്ട്. കരച്ചിലെന്ന് പറയുന്നത് അഭിനയമുണ്ട്, പക്ഷേ അഭിനയിക്കാതെയും ഈ കരച്ചിൽ സ്വമേധയാ വരും. അങ്ങനെ ഒരു കരച്ചിലായിരുന്നു അനുമോളുടേത്. സോ ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് 100% ശരിയുണ്ട്. പിന്നെ ഷാനവാസ് തന്നെ അതവിടെ തുറന്നു പറയുന്നുണ്ട്, അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഷാനവാസിന് കിട്ടിയേനെ. ഏതായാലും ശരി, അനുമോളിനെ കരയിപ്പിക്കാൻ വേണ്ടി അനുമോൾ പറഞ്ഞായിരുന്നല്ലോ ബിഗ് ബോസിൽ വരുമ്പോൾ കരയില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ കരയിപ്പിച്ചതെന്നുള്ള രീതിയിൽ ഷാനവാസ് പറഞ്ഞപ്പോഴത്തേക്കും ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാം, എസ്പെഷ്യലി ശാരിക, അതുപോലെ തന്നെ ബിന്നി, അപ്പാനി ശരത്ത്, ഇവരെല്ലാവരും ഷാനവാസിന് എതിരെ തിരിയുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞ സ്ഥിതിക്ക് ഷാനവാസിന് പിന്നെ നിക്കക്കൊള്ളി ഇല്ലാതെ വന്നു. പക്ഷെ എങ്കിലും ഷാനവാസ് അത് എങ്ങനെയൊക്കെയോ സാഹചര്യത്തിനനുസരിച്ച് അതിനെ സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ അനുമോളിനോട് അങ്ങനെ സോറി പറഞ്ഞയോ അല്ലെങ്കിൽ അനുമോളിൻ്റെ അടുത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അനുമോളിനോട് പിന്നെയും കളിയാക്കുന്ന തരത്തിലാണ് ഷാനവാസ് മിങ്കിൾ ചെയ്തത്. അതിൻ്റെ റീസൺ ഷാനവാസ് ഒരുപാട് കാലമായിട്ട് അനുമോളിനെയും അനുമോൾ കുറേ കാലമായിട്ട് ഷാനവാസിനെയും കാണുന്നത് കൊണ്ടായിരിക്കാം. ഇനി ഈ ഒരു ഡോക്ടർ വിഷയത്തിൽ ഷാനവാസും അപ്പാനി ശരത്തും കൂടെ അനുമോളിൻ്റെ നേരെ കുതിര കയറിയപ്പോൾ അവിടെയും അപ്പാനി ശരത്ത് രണ്ടാമത്തെ ഒരു ഗോൾ അടിച്ച ഒരു ഡയലോഗുണ്ട്. കേരളത്തിലെ എല്ലാ ഡോക്ടർമാരെയും അവഹേളിക്കുന്ന തരത്തിലുള്ള അനുമോളുടെ സംസാരം തെറ്റായിപ്പോയി. ഇത് പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അപ്പാനി ശരത്ത് മനഃപൂർവ്വം ഇട്ട് തന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ പറഞ്ഞ റിവ്യൂ ചെയ്യുന്നവരും അതുപോലെ ഈ തംബ്നെയിൽസ്, ഈ ടാഗ്ലൈൻ പോലുള്ള തംബ്നെയിൽസിനകത്തൊക്കെ ഇത് വരാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ സോറി അപ്പാനി ശരത്തെ, അതത്ര ഏറ്റില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കോംപ്രമൈസ് ടോക്ക് അല്ലാതെ ഷാനവാസ് വീണ്ടും നമ്മുടെ അനുമോളോട് ചെല്ലുന്നുണ്ട്. പക്ഷേ പറയുന്നത് എന്താണെന്നറിയോ? കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് അത് ആ ഒരു സാഹചര്യത്തെ ഷാനവാസിന് അനുകൂലമായിട്ട് ടേൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. വേറൊന്നുമല്ല,
അനുമോള് കരയാതിരിക്കാൻ, അനുമോളെ മീൻസ് അനുമോൾ കരയാൻ പാടില്ല, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അനുമോൾ കരയണോ? കരയരുത്, അനുമോളൊരു പെണ്ണല്ലേ എന്ന്. ഷാനവാസ് അവിടെ സ്ത്രീകൾ തുണി ഉടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശം. ജിസേലിനോട് മാത്രമാണ് അവിടെ നമ്മുടെ ആദിലയും നൂറയും ഒക്കെ ഷോർട്ട്സ് ഇട്ടാണ് നടക്കുന്നത്. അതിലൊന്നും ഇതുവരെ ഷാനവാസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ പറയുന്ന ഷാനവാസ് അനുമോളൊരു പെണ്ണല്ലേ, കരയാൻ പാടുണ്ടോ? ഇനി പെണ്ണായാലും ആണായാലും കരയുന്നോണ്ട് എന്താണ് ഷാനവാസ് അണ്ണാ? അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു രണ്ടാമത്തെ അടിയും അതിന്റെ കൺക്ലൂഷൻ. അതിനുശേഷം ഷൈത്തയും അനുമോളും തമ്മിലുള്ള ഒരു ടോക്ക്, ഒരു ചെറിയൊരു കാര്യം അത് എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇടയിലേക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണല്ലോ കട്ട് ചെയ്ത് വരുന്നത്, ലൈവിൽ വരുന്നതൊന്നും അധികം വരുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. ഏതായാലും ഷൈത്തയും അനുമോളും തമ്മിൽ സംസാരിച്ച ഒരു കാര്യത്തിനകത്ത് അനുമോള് പറയുന്നുണ്ട്, കരഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ളവർ പറയും കരഞ്ഞു മെഴുകിയെന്ന്, മിണ്ടാതിരുന്നാൽ പറയും പുറത്തുള്ളവർ പറയും അത് വാഴയാണെന്ന്. ഇനി എന്തെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുകയോ ബഹളം വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവളൊരു അഹങ്കാരിയാണെന്ന് പറയും. അപ്പോൾ ഓഡിയൻസിൻ്റെ പൾസും ഓഡിയൻസ് എന്ത് ചിന്തിക്കും എന്നുള്ളതും അനുമോൾക്കും ചൈത്യയ്ക്കും അതുപോലെ ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. 7ന്റെ പണി എന്താണെന്നുള്ളത് കേട്ടിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ ഉറപ്പാണ്. പിന്നെ ഈ പറയുന്ന ഓഡിയൻസിനിട്ടുള്ള കൊട്ടുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കരച്ചിലെന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ ഇപ്പോൾ കണ്ട ഈ ഒരു കരച്ചിൽ ഉൾപ്പെടെ അതൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ. ഉടനെ തന്നെ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് വിളിക്കുമ്പോൾ ആദ്യം തന്നെ ഈ രാവിലെ നടന്ന സംഭവങ്ങൾ അത്രയും എന്താണെന്ന് ബിഗ് ബോസിന് മനസ്സിലായിട്ടില്ല. അതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. എനിക്ക് ആ ടാസ്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ബിഗ് ബോസ് നന്നായിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അനുമോള് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. സത്യത്തിൽ ഇവർക്ക് ഈ ലിപ്സ്റ്റിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്നാ ഇതൊക്കെ കിട്ടിയേന്ന്. അപ്പോൾ അത് അവിടെ വാഷ് ബേസിൻ്റെ അടുത്തിരുന്നു എടുത്തു, നൂറയുടെ എങ്ങാണ്ടാണെന്ന് പറയുന്നുണ്ട്, നൂറയും ആദിലയും വെച്ചതെങ്ങാണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം എന്ന് ബിഗ് ബോസ് അനുമോൾക്ക് പറയുന്നുണ്ട്. അതെല്ലാവരും കേൾക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഒരാളെയും ബിഗ് ബോസ് വെറുതെ വിടുന്നില്ല. ഇനി ആ പ്രശ്നങ്ങളുടെ, അതായത് ആ ഗുഡ് മോർണിംഗ് ടാസ്കിൽ സംഭവിച്ച കാര്യങ്ങളായിരുന്നു അവർ റീക്രിയേറ്റ് ചെയ്തതിലെ ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ റീക്രിയേറ്റ് ചെയ്ത ആ സംഭവം, അതിൽ നമ്മുടെ അനീഷ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ സുപ്രഭാതം പറയണം. അപ്പോൾ അനീഷായിട്ട് അതിന് അനുകരിച്ചുകൊണ്ട് അപ്പാനി ശരത്താണ് ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ അനീഷ് കാണിക്കുന്നതിനെ കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് അനീഷിനെ അഭിനയിച്ച് കാണിക്കുന്ന അപ്പാനി ശരത്തിനെ കാണുമ്പോൾ അനീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അനീഷ് അത് ഞാൻ എങ്ങനെയാണോ കാണിച്ചത് അതുപോലെ നിങ്ങൾ കാണിക്കണം, അല്ലാണ്ട് നിങ്ങൾ ഓവറായിട്ട് ആക്ട് ചെയ്യരുത്, ഞാൻ ഇങ്ങനെയല്ല കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അനീഷ് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാരിക അതിനിടയിൽ കൂടെ ഭയങ്കര സന്തോഷം തോന്നി ഷാരികയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും. പക്ഷേ ഷാരിക ഉടനെ പറയുന്നതെന്ന് വെച്ചാൽ അനീഷിന് നാണം വന്നു, അനീഷ് ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അനീഷിന് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അനീഷിന് നാണം വന്നത്. അപ്പോൾ മനുഷ്യ നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ നന്നായിട്ട് എല്ലാണോ കൂടെ ചേർന്നൊരു വലിയ പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനീഷിന് തന്നെ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അനീഷിന് ഓപ്പോസിറ്റ് ആണ് എന്ന്. പിന്നെ അവിടെ ആദ്യത്തെ പണിപ്പുര ടാസ്ക് നടന്നു. പക്ഷേ വളരെ നല്ല രീതിയിലൊരു സപ്പോർട്ട് എല്ലാവരുടെ ഇടയിലും ഉണ്ടായി. പണിപ്പുര ടാസ്ക് നടന്നെങ്കിലും പണിപ്പുര ടാസ്കിൽ എല്ലാവരും മത്സരിച്ചതിൽ തോറ്റുപോയി. അവർക്ക് ഒരു വക കിട്ടിയതുമില്ല, ഒന്നുമൊട്ട് ബിഗ് ബോസ് കൊടുത്തതുമില്ല. സോ 7ന്റെ പണി ഇവിടെയും നടന്നു. പിന്നെ ഒരു വലിയ സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത്, നമ്മുടെ അപ്പാനി ശരത്തില്ലേ, അപ്പാനി ശരത്ത് ആര്യനെയും അക്ബറിനെയും ഒക്കെ വിളിച്ചു ചേർത്ത് ജിസലിൻ്റെ നേരെ പോവുകയാണ്. ജിസേലെ നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നീ ഇങ്ങനെ വെറുതെ മിണ്ടാതിരിക്കുകയാണ്, ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് കിട്ടുന്നുണ്ട്, നമ്മളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ജിസേൽ മാത്രം ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ ജിസേൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം, ജിസേൽ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അഗ്രസീവായിട്ട്. ഉടനെ ജിസേല് ഞാനെന്താ വേണം, നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ച്. പക്ഷെ അതിനകത്ത് ഏറ്റവും തമാശയായിട്ട് തോന്നിയത്, ജിസേലിനോട് ചെന്ന് കയറി ജിസേലിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ച അപ്പാനി ശരത്തിന് ശരിക്കും വയറ് നിറച്ച് ജിസേല് കൊടുത്തു. അതായത് നിങ്ങളൊക്കെ എന്ത് ഗുണ്ടകളോ, നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്, നിങ്ങൾ ആകെ കൂടി ചെയ്യുന്നതെന്ന് പറയുന്നത് അനീഷിൻ്റെ പിറകെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ജിസേൽ പറയുന്നൊരു കാര്യം, അനീഷിനെ ബോഡി ഷേമിങ് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് അനീഷ് നടക്കുന്ന കണക്ക് അനുകരിച്ച് നടന്നില്ലേ, അതാണ് ജിസേൽ ഉദ്ദേശിച്ച ബോഡി ഷേമിങ്. രണ്ടാമത്തെ കാര്യം, അനുമോളെ കരയിപ്പിച്ചു. അത് കരയിപ്പിച്ചു എന്നൊന്നല്ല പറയുന്നത്, കരപ്പിച്ചു, എന്തായാലും ശരി അത് കരയിപ്പിച്ചു. അപ്പോൾ അത് പറയുന്നുണ്ട്. അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ ജിസേൽ തിരിച്ചിട്ട് അപ്പാനി ശരത്തിന് കൊടുക്കുകയാണ്. പിന്നെ അപ്പാനി ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളൊരു ഗുണ്ടായിസമാണ് ഈ കാണിക്കുന്നത്, നിങ്ങളെന്തോ ഗുണ്ടകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗുണ്ടായിസം കാണിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, ഇത് ഗുണ്ടായിസം അല്ല,
ഞാൻ സംസാരിക്കുന്ന എൻ്റെ ശക്തമായ നിലപാടുകളാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ജിസേൽ പറയുന്നു ദിസ് ഈസ് അഗ്രസീവായിട്ടാണ് സംസാരിക്കുന്നത്. ശരിക്കും അപ്പാനി ശരത്ത് അഗ്രസീവായിട്ടാണ് സംസാരിച്ചത്. അത്തരത്തിൽ പോയി സംസാരിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ വന്ന് എല്ലാവരും അടുത്തിരുന്നിട്ട് ജിസേലെ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ, നമുക്കൊന്ന് കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് പോയി സംസാരിക്കുക. അല്ലാതെ ജിസേലെ ഇങ്ങോട്ട് ഇറങ്ങ് നമുക്കിപ്പം തകർക്കാം എന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഇവരൊക്കെ ഗുണ്ടകളാണെങ്കിൽ താൻ ഒരു ഗുണ്ടിയാണ്, ഞാൻ ഗുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ കുറെ കിടന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ഒരു അഗ്രസീവ്നെസ് ഒക്കെ മാറി ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. അപ്പോൾ അനുമോള് വന്നിട്ട് പറയുന്നുണ്ട് ഗുണ്ടിയല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അക്ബർ പറയുന്നുണ്ട് യെസ് ഗുണ്ടി എല്ലാവർക്കും ഗുണ്ടിയുണ്ട്, നമുക്കെല്ലാവർക്കും ഗുണ്ടിയുണ്ട്. അപ്പോൾ അവസാനം ജിസേലിന് കാര്യം മനസ്സിലായതുകൊണ്ടായിരിക്കും ജിസേൽ പിന്നെ പറയുന്നുണ്ട് ഐ ആം എ റൗഡി എന്ന് ജിസേൽ പറയുന്നുണ്ട്. സോ ആ ഗുഡി എന്ന് പറയുന്ന ഒരു പ്രയോഗവും അതുമായിട്ട് സംബന്ധിച്ചുള്ള അവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിരുന്നു. പിന്നെ ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടും തണുത്ത മട്ടിൽ കളിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ജിസേൽ എല്ലാവരെയും നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്, അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ജിസേൽ നെവിൻ്റെ അടുത്ത് കാണിച്ചത് ഒരു ഇച്ചിരി മോശമായി പോയി. അത് ശരിക്കും പറഞ്ഞാൽ സംഭവം ഞാൻ ആ ഒരു വിഷയം മാത്രമായിട്ടൊന്ന് പറയാം. അതിൻ്റെ ആ വിഷയം ഏഷ്യാനെറ്റിൻ്റെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, അത് ലൈവിനകത്ത് ഞാൻ പറയുന്നതാണ്. നമ്മുടെ ഷാനവാസ് രുദ്രനായിട്ട് അഭിനയിച്ച് വരാനായിട്ട് പറഞ്ഞപ്പോൾ ഷാനവാസ് മനഃപൂർവ്വം ഒരു എന്താ പറയുക, ഒരു കുറച്ച് സ്ത്രൈണഭാവത്തിൽ നമ്മുടെ ചാന്തുപൊട്ടിനെ പോലെ നടന്നു വന്നിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ജിസേൽ ഇങ്ങനെ പറഞ്ഞു ഇതാണ് രുദ്രൻ, ഇത് കണ്ട നമ്മൾ നെവിൻ നടക്കുന്ന കണക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നെവിൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നെവിൻ അത് അവിടെ വെച്ച് പറഞ്ഞില്ല. പകരം എവിക്ഷനെ നോമിനേറ്റ് ചെയ്യാൻ ഒരു ടാസ്ക് വരുന്നുണ്ട്. ആ ടാസ്കിൽ നെവിൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അത് വളരെ നൈസായിട്ട് നന്നായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ കണ്ടാൽ ഞാനൊരു ചാന്തുപൊട്ടല്ല, എന്നെ ചാന്തുപൊട്ടെന്ന് അങ്ങനെ പറയരുത്. പകരം എനിക്കൊരു ഭാവമുണ്ട്. അതായത് എൻ്റെ സ്ത്രൈണഭാവം എന്നെ പോലെ തന്നെ കുറേ അധികം ആൾക്കാർക്കുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ചാന്തുപൊട്ടല്ല. എന്നിൽ ഒരു സ്ത്രൈണതയുണ്ട്. ആ സ്ത്രൈണത എന്ന് പറയുന്നത് കുറച്ച് വിസിബിളാണ്. അപ്പോൾ അത് പലർക്കും അത്തരത്തിൽ വിസിബിൾ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നെവിൻ ജിസേലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ എനിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നെവിൻ ഒരു കോണ്ടന്റും തരുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടായിരുന്നു. പിന്നെ ജിസേൽ വേറൊരു ട്രാക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതൊരു ആർഗ്യുമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡിൽ വരേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഞാൻ അത് ഏഷ്യാനെറ്റിൻ്റെ എപ്പിസോഡിൽ കണ്ടില്ല. ഞാൻ വിട്ടുപോയതാണോ എന്നറിയത്തില്ല. ഞാൻ 2-3 വട്ടമൊക്കെ നോക്കി, എനിക്കത് കിട്ടിയില്ല. പക്ഷെ ലൈവിൽ ഇതായിരുന്നു സംഭവം. പിന്നെ ഷാനവാസ് നമ്മുടെ ജിസേലിൻ്റെ ഡ്രസ്സിനെ കുറ്റം പറഞ്ഞെങ്കിലും പബ്ലിക്കായിട്ട് നമ്മുടെ ഒനീൽ നമ്മുടെ ജിസേലിൻ്റെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട്, കാരണം ഒനീൽ ഭയങ്കര പ്രോഗ്രസീവാണ് കേട്ടോ. ഒനീൽ ഈ ഇമാതിരിയുള്ള ചലപിലെ വഴക്കുകൾക്കൊന്നും വരുന്നില്ല. പക്ഷെ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ഒനീൽ. അതൊരു പ്രശ്നമാണ്. പുള്ളിക്കാരൻ പുറത്ത് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിക്കാരൻ ഒരു അഡ്വക്കേറ്റൊക്കെ ആയിരുന്നു. പക്ഷേ പുറത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളാണ്. സോ പുള്ളിക്കാരൻ ഇപ്പോഴും ബിഗ് ബോസിൽ വന്നിട്ടും അത്തരത്തിൽ പല പരീക്ഷണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സംഭവത്തിൻ്റെ ഇടയിൽ ജിസേൽ അവിടെ വരുമ്പോഴത്തേക്ക് ജിസേലിനെ കുറച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഇതാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം, ഞാൻ നല്ല ഡ്രസ്സ് ഇടുന്നു, ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നു, ഞാൻ ഒരുങ്ങി നടക്കുന്നത്, ഞാൻ എന്താ സ്മെല്ലെടുത്ത് നടക്കണോ എന്ന് ജിസേൽ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് പബ്ലിക്കായിട്ട് തന്നെ, അതായത് മുഖത്ത് നോക്കി തന്നെ ജിസേലിനോട് പറയുന്നുണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് ഈ ഒരു ഷോ പോകുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കരുത്, കുറച്ച് വൃത്തിക്കൊക്കെ ധരിക്കണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജിസേൽ ഇടുന്ന ഡ്രസ്സ് അവിടെ നിൽക്കട്ടെ, ആദില നൂറ ഇവർ രണ്ടുപേരും ഇടുന്നതും ഷോർട്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഷാനവാസ് ഇവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, ജിസേലിനെ ആണല്ലോ പറഞ്ഞത്. പിന്നെ ഷാനവാസ് പറയുന്നത് സ്ത്രീകൾക്ക് അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, പക്ഷെ മലയാളി പ്രേക്ഷകർ അങ്ങനെ ജഡ്ജ് ചെയ്യും, അതുകൊണ്ട് ജിസേലിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഷാനവാസ് ഉദ്ദേശിക്കുന്ന മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ജഡ്ജ് ചെയ്യും എന്ന് ഷാനവാസ് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? അപ്പോൾ ആദില ആദ്യം ഷാനവാസിനെ അവിടെ എതിർക്കുന്നുണ്ട്. പക്ഷെ ആദിലയോട് ഷാനവാസ് പറയുന്നുണ്ട് മലയാളികൾ ഇത് കണ്ടാൽ എന്താ പറയാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിലയും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, മലയാളി പ്രേക്ഷകർ എന്ത് പറയും എന്നുള്ളതിലല്ല, അവർ എങ്ങനെ നിന്നാലും കുഴപ്പമല്ല. കാരണം പഴയ സീസണിലൊക്കെ സൂര്യ വളരെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചപ്പോഴത്തേക്കും അതൊരു വലിയ വിഷയമായത് ഞാൻ ഓർക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 3-ലായിരുന്നു.
അപ്പോൾ അതേ കണക്ക് അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരവർ ധരിക്കട്ടെ. അത് ഒരു ഷോയാണ്. അവരുടെ കൾച്ചർ എന്താണോ അത് അവർക്ക് ഇഷ്ടമുള്ള കണക്ക് കാണിക്കട്ടെ. മലയാളി പ്രേക്ഷകർ അത് കണ്ടത് മാറ്റിയെടുക്കേണ്ട കാര്യമായിട്ടാണ് അതവിടെ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഷാനവാസ് ജിസേലിനെ പറുത ഇടിപ്പിച്ചേ അടങ്ങത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തൊരു വമ്പൻ അടി എന്ന് പറയുന്നത് നമ്മുടെ ജിസേലും അനുമോളും തമ്മിലാണ്. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അനുമോളിന് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അനുമോളിനോട് എനിക്കൊരു കുറച്ചും കൂടെ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. ഏതായാലും അനുമോളും ജിസേലും തമ്മിലുള്ള ഒരു കോമഡി എന്ന് പറയുന്നത്, ജിസേല് എപ്പോഴും ചൂല് വെച്ച് തൂക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ക്യാമറയിൽ നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കും ജിസേല് തൂക്കുന്നത്. അതായത് ബാക്കൊക്കെ കുറച്ചങ്ങോട്ട് ബാക്കിലോട്ട് തെള്ളി വെച്ചിട്ട് ചൂല് നീട്ടി പിടിച്ചിട്ട് തൂപ്പാണ്. അത് ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജിസേലിന് ഇതേ കണക്ക് ഇങ്ങനെയാണെങ്കിൽ ജിസേലിന് എന്തായാലും ട്രോള് വരും. പിന്നെ മലയാളി ആണുങ്ങളൊക്കെ ജിസേലിൻ്റെ ഫാൻസായി എന്ന് പല ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടു. നല്ല കാര്യം, നന്നായിരിക്കട്ടെ. പക്ഷേ അനുമോള് തൂക്കുന്നത് കുറച്ചൊന്ന് ചരിഞ്ഞ് നിന്ന് നമ്മൾ വീട്ടിലൊക്കെ തൂക്കുന്നത് പോലെയാണ് അനുമോള് തൂക്കുന്നത്. അപ്പോൾ ജിസേല് അനുമോളിനെ തൂക്കാൻ പഠിപ്പിക്കുകയാണ്. അത് കേട്ടിട്ട് അക്ബർ വന്നിട്ട് ഭയങ്കര സീൻ. അക്ബർ ആണെങ്കിലോ, അക്ബർ അനുമോളെ കുറിച്ചൊരു കമൻ്ററി പറയുകയാണ്. അതായത് കാട്ടുപോത്തിൻ്റെ തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എല്ലായിടത്തും അക്ബറിൻ്റെ ഡയലോഗുകളൊക്കെ ഇതുപോലെയാണ്. ഏതായാലും ശരി, അക്ബർ കോണ്ടന്റുകൾ ഓണായിട്ട് മേക്ക് ചെയ്യുന്നില്ലെങ്കിലും എല്ലാ കോണ്ടന്റിലും ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുന്നത് അക്ബർ ആകുന്നുണ്ട് കേട്ടോ. അതൊരു പോസിറ്റീവായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. അക്ബറിൻ്റെ ആ ഒരു ക്യാരക്ടറും എല്ലാവരുടെ അടുത്തും പോയി മിങ്കിൾ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സും അതൊക്കെ നല്ല രീതിയിൽ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി നെവിൻ്റെ അടുത്തേക്കൊന്ന് വരികയാണെങ്കിൽ, നെവിൻ ഇന്ന് എപ്പിസോഡിനകത്തൊരു ചെറിയ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. നെവിൻ ബെഡിൻ്റെ ഇടയിൽ പെട്ടിയൊക്കെ മറച്ച് ഷീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് ഒളിപ്പിച്ചെന്തോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് വന്ന ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എടാ എന്തുകൂടെ അവിടെ ചെയ്യുന്നത്? അപ്പം നമ്മുടെ നെവിൻ പറയുന്നു, ആവി പിടിക്കുക. അപ്പോൾ ആദ്യം ഷാനവാസ്, ഓ ആണോ, ആവി അവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ബിന്നി വന്ന് വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും നെവിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ലൈവിൽ മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് എപ്പിസോഡിൽ കണ്ടപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾക്ക് പറയാം. പിന്നെ ഇനി അടുത്ത നെവിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് എല്ലാവർക്കും പുതിയ യൂണിഫോം വന്നു. പക്ഷേ യൂണിഫോമിൽ ഒട്ടും കളർഫുൾ അല്ലാത്ത സ്കൂൾ യൂണിഫോം പോലെ ഇരിക്കുന്ന യൂണിഫോമാണ് നെവിന് കിട്ടിയത്. അത് എക്സാക്ട്ലി ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തതാണ്. അന്നേരം തൊട്ടാണ് നമ്മുടെ ആ ഒരു ഡ്രസ്സ് കിട്ടിയിടം തൊട്ടാണ് നെവിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് പുറത്തു വരാൻ തുടങ്ങിയത്. തമാശ രൂപേണ പറയുന്നു എന്ന് കരുതരുത്. നെവിൻ്റെ ഒരു കംപ്ലീറ്റ് മെൻറ്റാലിറ്റി അതിനകത്ത് നമുക്ക് കാണാം. അതായത് നെവിൻ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് മാത്രം ബിഗ് ബോസ് ഇങ്ങനെ ഒരെണ്ണം തന്നു, ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ ഒറ്റ കളർ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടില്ല. എന്നിട്ട് പൗഡർ ഇടുമ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോഴും അതുപോലെ ആ ഒരു സ്ലിപ്പർ ഇട്ട് നടക്കുന്നത് നെവിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഹൈ ഹീൽസ് ഇട്ട് നമ്മുടെ ജിസേൽ അതിലെ കൂടെ ഒക്കെ നടക്കുമ്പോൾ ജിസേലിനെ നെവിൻ ഒരുപാട് പരിഹസിക്കും പോലെ, അതായത് ഞാനും ഇടും, എൻ്റെ ചെരുപ്പ് ഞാൻ ഇടും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേണു സുധിയോട് പോയി നെവിൻ പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഫണ്ണായിട്ട് ഫീൽ ചെയ്തു. നെവിൻ നല്ലൊരു ഫൺ ഫാക്ടറാണ്, ഒരു എൻ്റർടൈനറാണ്, ഒരു ഗുഡ് വേയിൽ എൻ്റർടൈനറാണ്. നെവിനെ അത് പറയുന്നുമുണ്ട്. ആ ഒരു എവിക്ഷൻ്റെ ഒരു ടൈമിൽ എവിക്ഷൻ ഒരു റൗണ്ട് കൊടുത്തപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഞാൻ ടോക്സിക്കായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ വന്ന ആളല്ല, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ പുറത്ത് വിടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഏതായാലും നെവിൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ സംസാരിച്ച് വരുന്നുണ്ട്. ബേസിക്കലി എല്ലാവരും ആദ്യം ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, അത് നെവിൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നെവിൻ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ നെവിൻ അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നത്. ഏതായാലും ശരി, നോക്കാം നെക്സ്റ്റ് നെവിൻ്റെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നെവിൻ രേണു സുധീനെ നന്നായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഡാഗിനി അമ്മുമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ആ മുഖം എടുത്ത് തറയിൽ വെച്ച് ഞാൻ ഒരയ്ക്കും എന്ന് പറയുന്നുണ്ട്. രേണു ആണെങ്കിൽ അലറി വിളിക്കുകയാണ്. രേണുവിന് ഇപ്പോൾ തലവേദനയൊന്നുമില്ലേ? രേണു പറയുന്നതെന്ന് വെച്ചാൽ എന്തുവാ, നീ ഒരച്ചിട്ട് പോയാൽ മതി, എന്നെ ഒരയ്ക്കാൻ ഇവിടെ കണ്ടമാനം പേര് ഇവിടെ ശ്രമിച്ചതാണ്, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഇനി നീയെങ്കിലും ഒരച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് രേണു പിന്നെയും ചെന്ന് കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ രേണു ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡയലോഗ്, അതായത് ഈ രേണുവും നെവിനും തമ്മിൽ ആ ഒരു ബെഡ്റൂമിനകത്ത് നടക്കുന്ന ആ ഒരു ഇഷ്യൂ ലിവിങ് ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ഇരിക്കുന്ന ബിഗ് ബോസിൻ്റെ അടുത്ത് ടോക്ക് ചെയ്യാനിരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു പ്രശ്നം നടക്കുമ്പോഴേക്കും രേണു പറയുന്നുണ്ട്, എനിക്കിവിടെ സ്കിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കിവിടെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ 4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. സോ പുള്ളിക്കാരി എല്ലായിടത്തും പുള്ളിക്കാരിയുടെ ഒരു ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അവസരം കിട്ടുമ്പോഴെല്ലാം ഇത് രേണു പറയുന്നുണ്ട്.
പക്ഷേ എനിക്കൊരു കമൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. കമൻറ്റിനകത്ത് പറയുന്നത് രേണു ഒരു സോഷ്യോപാത്താണ്, അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ആണ് എന്നുള്ളത്. അത്തരത്തിൽ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. രേണുവിൻ്റെ അത്തരത്തിലുള്ള ക്യാരക്ടറിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. സോ അറ്റൻഷൻ സീക്കിംഗ് ആണ് രേണു എന്ന് പറയുന്നത്. അത് പബ്ലിക്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വേർഡുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ അതായിരുന്നു രേണു, നെവിൻ. അപ്പം നെവിൻ ഇന്ന് ഫുൾ ഓഫ് ഓൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു യൂണിഫോം മനഃപൂർവ്വമാണ് ബിഗ് ബോസ് കൊടുത്തത്. എന്നാൽ മാത്രമേ നെവിൻ്റെ സ്വഭാവം പുറത്തു വരത്തുള്ളൂ. അതിൻ്റെ കാരണം എന്തെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓൾവേസ് ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. മറ്റേ ഫാഷൻ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഹൈ ഹീൽസ് ചെരുപ്പാണ് ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ എടുത്തു വെച്ചത്. ഈ ഇപ്പോഴത്തെ ഒരു 2K കിഡ്സിൻ്റെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ നെവിൻ ഓൾവേസ് ഒരു അഡിക്ഷൻ ഉണ്ട്. ആ അഡിക്ഷൻ എനിക്കൊരു പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അനുമോളും ജിസേലും തമ്മിൽ ആ തൂക്കുമ്പോൾ ഉണ്ടായ അതേപോലത്തെ ഒരു ഇഷ്യൂ കിച്ചണിൽ ഉണ്ടാകുന്നുണ്ട്. അത് ചായ ഇടുന്നതിനകത്തുള്ള ഇഷ്യൂ ആണ്. അവിടെ സരിക നന്നായിട്ട് സംസാരിച്ചത് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ദിവസം. പിന്നെ അതിനുശേഷം ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. അതൊരു 8ൻ്റെ പണിയാണ്. അത് 7ൻ്റെ പണിയെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതായത് എല്ലാവർക്കും ചേർന്ന് 4 പേരെ നോമിനേറ്റ് ചെയ്യാം. ആ 4 പേര് ബിഗ് ബോസ് വീടിന് പുറത്തായിരിക്കും കിടക്കുക. അതായത് ഒരു കട്ടിലുണ്ടായിരിക്കും, അതിൽ ഒരാൾ കിടന്നിരിക്കണം. അതിലിരിക്കാൻ പാടില്ല, കിടക്കാൻ തന്നെ പാടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തറയിൽ എവിടെയെങ്കിലും ഇരിക്കണം. അടുത്ത് ചാരി ഇരിക്കാനോ കൂടിയിരിക്കാനോ പാടില്ല. കുറച്ച് മാറിയാണ് ഇരിക്കാൻ പാടുള്ളത്. അപ്പോൾ അവിടെ തറയിൽ പുറത്തെവിടെയെങ്കിലും ഉറങ്ങിപ്പോകുന്ന ഒരാളെ എല്ലാവരും കൂടെ ചേർന്ന് അയാളെ എണീക്കാത്ത തരത്തിൽ പതുക്കെ പൊക്കിയെടുത്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു റെഡ് മാർക്കിനകത്ത് കൊണ്ടുപോയി ഇരുത്തിയാൽ ഡയറക്റ്റ്ലി ഇയാളെ നമുക്ക് പുറത്താക്കാം. അപ്പോൾ അങ്ങനെ പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സരികയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഫൈനലി കാണിച്ചിരിക്കുന്നത്. പിന്നെ ജിസേൽ ഇക്കാര്യത്തിൽ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു അടിയും വഴക്കും എല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ അനീഷ്, ജിസേൽ, അനുമോള്, ഷാനവാസ്, അപ്പാനി ശരത്ത്, അക്ബർ, രേണുസുതി, നെവിൻ. രേണുസുതി ക്വാളിറ്റി കോണ്ടന്റ് തന്നെന്ന് എനിക്ക് പറയാനില്ല. നെവിൻ നന്നായിട്ട് കോണ്ടന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓവറോൾ 2ാമത്തെ ദിവസം സംഭവിച്ചത്. അപ്പോൾ 3ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക.